വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി കുരുമുളകിട്ടതാണ്. ഇത് ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായി 6 മത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് ഞാനിവിടെ ഫ്രഷായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓപ്ഷണൽ ആണ്, ഞാനിവിടെ കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ കിട്ടുന്ന മത്തിയിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അല്പം മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മസാല നന്നായി മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തിയിൽ ഇത് നന്നായി തേച്ച് പിടിപ്പിക്കുക. മത്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. പിന്നീട് ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വെച്ച കറിവേപ്പിലയ്ക്ക് മുകളിലായി നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മത്തി നിരത്തി വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ച് വാളൻ പുളി കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1/4 കപ്പ് പുളിവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന സമയം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, കുക്കറിൽ മത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ മത്തി ഉടഞ്ഞു പോയില്ലേ എന്ന്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 2 വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് ആയി പോയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, തീരെ ഉടഞ്ഞു പോകാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള മത്തി കുരുമുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാച്ചിലേഴ്സിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്.